എല്ലാവർക്കും സ്കില്ലറുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ ജോഗ്രഫിയിൽ പുതിയ ചാപ്റ്ററായ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മുടെ എർത്തിനെ 3 സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പഠിച്ചായിരുന്നു. നമ്മൾ 3 സോൺസ് ആയിട്ട് എങ്ങനെയാണ് തിരിക്കുന്നത്? നമ്മുടെ ഭൂമിയിൽ സൂര്യന്റെ സൺറൈസ് വരുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ 3 സോണായിട്ട് നമ്മുടെ എർത്തിനെ തിരിച്ചിരിക്കുന്നത്. അത് ഏത് സോൺസ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദീകരിച്ച് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സോൺ ഏതാണ്? നമ്മുടെ ട്രോപ്പിക്കൽ സോൺ ആണ്. ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് ഏതാണ്? ട്രോപ്പിക്കൽ സോൺ ആണ്. സെക്കൻഡ് സോൺ ഏതാണ്? നമ്മുടെ ടെമ്പറേറ്റ് സോൺ ആണ്. തേർഡ് സോൺ ആയിട്ട് വരുന്ന ഏതാണ്? നമ്മുടെ കോൾഡ് ആൻഡ് പോളാർ സോൺ ആണ് നമ്മുടെ തേർഡ് സോൺ എന്ന് പറയുന്നത്. സോ ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത് നമ്മൾ എർത്തിൽ നോക്കുകയാണെങ്കിൽ 0 to 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വരുന്ന സോൺസ് ആണ് ട്രോപ്പിക്കൽ സോൺസ് എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയുന്നത് ഏതാണ്? 30 to 55 ഡിഗ്രി സോൺസിൽ വരുന്നതാണ് ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയുന്നത്. കോൾഡ് അല്ലെങ്കിൽ പോളാർ സോൺസ് എന്ന് പറയുന്നത് ഏതാണ്? 55 to 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വരുന്നതാണ് നമ്മുടെ കോൾഡ് ആൻഡ് പോളാർ സോൺസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഓരോ സോൺസും നമ്മൾ വിശദീകരിച്ച് പഠിക്കുകയാണ്. ഫസ്റ്റ് സോൺ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സോണിൽ വരുന്ന ഫസ്റ്റ് ക്ലൈമറ്റിക് റീജിയൻ ആണ് ആര്? നമ്മുടെ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ എർത്തിൽ ഏത് ലാറ്റിലായിട്ട് വരും? നമ്മൾ 0 to 10 ഡിഗ്രി ലാറ്റിലായിട്ട് വരുന്ന റീജിയൻ ആണ് എന്ത്? ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്താണ് പഠിച്ചത്? നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത്, നമ്മുടെ സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് വീഴുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ ഇക്വിറ്റോറിയൽ ഏരിയ ആണ് അല്ലേ? സോ നമ്മുടെ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അത് തന്നെയാണ് പറയുന്നത്. എന്താണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ജിയോഗ്രഫിക് ലൊക്കേഷൻസ് ഏതാണ്? നമ്മുടെ ആമസോൺ ബേസിൻസും കൊങ്കോ ബേസിൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ കണക്കത്തെ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന കണക്ക് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്റ്റ് സൺറൈസ് ആയിരിക്കും നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ, ആ ഒരു വർഷം മുഴുവനും ആ ഒരു സ്ഥലത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺറൈസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏരിയയിൽ നമ്മൾ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് നമ്മുടെ 4 o'clock റെയിൻ, അതായത് എന്താണ്? നമ്മൾ ഹൈ ഇവാപറേഷൻ, ആ ഒരു ദിവസം മൊത്തം ഹൈ ടെമ്പറേച്ചർ കിട്ടുന്നതുകൊണ്ട് തന്നെ ഹൈ ഇവാപറേഷൻ ആയിരിക്കും. സോ ഹൈ ഇവാപറേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഡെയിലി കോൺവക്കേഷണൽ റെയിൻഫാൾ ആയിരിക്കും. അതായത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ സമയങ്ങളിൽ എന്താണ്? ഒരു ഇന്റൻസ് ആയിട്ടുള്ള കോൺവക്കേഷണൽ റെയിൻഫാൾ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇതാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ഇക്വിറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിന്റെയും ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ കാണുന്നത്, ഇവിടുത്തെ ഇക്വിറ്റോറിയൽ നമ്മൾ റെയിൻ ഫോറസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടുത്തെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് മിക്കതും മൾട്ടി ലെയർഡ് ആയിരിക്കും. അതായത് നമുക്കൊരു ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിരിക്കും. ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇക്വിറ്റോറിയൽ ഏരിയാസിൽ കാണപ്പെടുന്നത്. അത് ഡെൻസ് ആയതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് സൺലൈറ്റിന് അവിടെ എന്തോ ഒരു ബ്ലോക്കിങ് വരുന്നുണ്ട്. സോ ഇവിടെ പ്രധാനപ്പെട്ട് കാണപ്പെടുന്ന ഫ്ലോറാസ് ഏതാണ്? നമ്മുടെ ചെടികൾ ഏതാണ്? മഹാഗനി, എബോണി, റോസ്വുഡ്, റബ്ബർ കണക്കത്തെ ചെടികളാണ് നമുക്ക് ഏറ്റവും കൂടുതലും ഇക്വിറ്റോറിയൽ ഏരിയാസിൽ നമുക്ക് കാണപ്പെടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50% വേൾഡ് പ്ലാന്റ്സ്, ലോകത്തിലുള്ള പ്ലാന്റ്സും അനിമൽ സ്പീഷീസും നമുക്ക് ഇക്വിറ്റോറിയൽ ഏരിയാസിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുത്തെ ഇൻഹാബിറ്റൻസിനെ നമ്മൾ അഗ്രികൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണപ്പെടുന്ന ട്രൈബ്സ് ഏതാണ്? കൊങ്കോ ബേസിൽ ഏതാണ്? പൈജിമേസ് എന്ന് പറയുന്ന ഒരു ട്രൈബ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മലേഷ്യയിൽ എന്താണ്? സെമങ്സ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആമസോണിയൻ ട്രൈബ്സ് ഉണ്ട്. സക്കായി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന പ്ലാന്റേഷൻ, നമുക്ക് എന്ത് തരം അഗ്രികൾച്ചർ, എന്ത് തരം പ്ലാന്റേഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്? നമുക്ക് റബ്ബർ, കൊക്കോ, ഓയിൽ പാം ആൻഡ് സ്പൈസസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന പ്ലാന്റേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ എന്താണ്? നമ്മൾ ട്രോപ്പിക്കൽ മൺസൂൺ റീജിയൻ ആണ് പറയുന്നത്. സോ ഇത് ഏത് ലാറ്റിൽ വരും? ഏത് ലാറ്റിലാണ് വരുന്നത്? 10 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി ലാറ്റിൽ വരുന്ന റീജിയൻ ആണ് എന്ത്? ക്ലൈമാറ്റിക് റീജിയൻ ആണ് എന്ത്? ട്രോപ്പിക്കൽ മൺസൂൺ റീജിയൻ എന്ന് പറയുന്നത്. സോ ട്രോപ്പിക്കൽ മൺസൂൺ റീജിയൻ ഏത് ലൊക്കേഷൻ, സ്ഥലം ഏതായിട്ട് വരും? നമ്മുടെ സൗത്ത് ഏഷ്യ, അതായത് നമ്മൾ ഇന്ത്യ, ബംഗ്ലാദേശ് അടങ്ങുന്ന സ്ഥലമാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോർത്തേൺ ഓസ്ട്രേലിയ, ഈസ്റ്റ് ആഫ്രിക്ക, ഇത് ഇത്രയാണ് നമ്മുടെ ജോഗ്രഫിക് ലൊക്കേഷൻ വരുന്നത്. സോ ഇവിടെ പ്രധാനപ്പെട്ട കാണപ്പെടുന്നത് നമ്മൾ സീസണൽ വിൻഡ് റിവേഴ്സൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, നമ്മുടെ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂണുമാണ് ഇവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹെവി റെയിൻ, സീസണൽ റെയിൻഫാൾ നമുക്ക് കാണാൻ പറ്റും. അതായത് സമ്മർ റെയിൻസ് ഏതാണ്?
സമ്മർ റെയിൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ. സമ്മർ റെയിൻസ് ഏതാണ്? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് സമ്മർ റെയിൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഇവിടെ ഹെവി സീസണൽ റെയിൻഫോൾ, അതായത് സമ്മർ റെയിൻസ്, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വേൾഡ്, നമ്മൾ ലോകത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഹൈയസ്റ്റ് ആനുവൽ റെയിൻഫാൾ ഇവിടെയാണ്. അടുത്ത നമ്മൾ മൺസൂൺ റീജിയൻ, നമ്മളിപ്പം ട്രോപ്പിക്കൽ മൺസൂൺ റീജിയനെ കുറിച്ച് പഠിച്ചു. സോ മൺസൂൺ റീജിയനിലെ അഗ്രികൾച്ചറും സൊസൈറ്റിയും, അവിടുത്തെ അഗ്രികൾച്ചറിനെയും സൊസൈറ്റിയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന പ്രൈമറി ഫുഡ് ക്രോപ്പ് ഏതാണ്? അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നമ്മൾ പാഡി, നമ്മൾ റൈസ് തന്നെ, നമ്മൾ പാഡിയാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഫ്ലഡ് പ്ലെയിൻസ് അല്ലെങ്കിൽ ഡെൽറ്റാസിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വരുന്ന ക്യാഷ് ക്രോപ്സ്, നമ്മൾ ഫുഡ് ക്രോപ്സ് ആണ് ഇത്ര നേരം പറഞ്ഞത്. ഫുഡ് ക്രോപ്സ് മെയിൻ ആയിട്ട് വരുന്ന എന്താണ്? നമ്മുടെ പാഡിയാണ്. അതുപോലെ നമ്മൾ ക്യാഷ് ക്രോപ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ് മെയിൻ ആയിട്ട് വരുന്നത്? നമ്മുടെ ഷുഗർ കെയിൻ, ജ്യൂട്ട്, കോട്ടൺ, ടീ, കോഫി, സ്പൈസസ്, ഇത് ഇത്രയാണ് നമ്മൾ മൺസൂൺ റീജിയനിൽ കാണപ്പെടുന്ന എന്ത് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇവിടുത്തെ ജനസംഖ്യ നോക്കുവാണെങ്കിൽ എന്താണ്? വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ക്ലൈമറ്റ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക് സോൺ ആണ് ഏത്? നമ്മുടെ മൺസൂൺ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റിവർ ബേസിൻസ് ഏതൊക്കെ നദികളാണ് ഇവിടെ പ്രധാനപ്പെട്ട് കാണപ്പെടുന്നത്? നമ്മുടെ ഇൻഡസ്, ഗാൻജസ്, നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര, മേക്കോങ് കണക്കത്തെ റിവർ ബേസിൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ വൾനറബിലിറ്റി കൂടുതലായിരിക്കും. നമുക്ക് സീസണൽ ഫ്ലഡ്സ്, സീസണൽ ആയിട്ടുള്ള വെള്ളപ്പൊക്കം, അതുപോലെ ഡ്രഫ്റ്റ് കണക്കത്തെ ഹൈ റിസ്ക് ഓഫ് വൾനറബിലിറ്റി ഇവിടെ വരുന്നുണ്ട്. ക്ലൈമാറ്റിക് അനോമലീസ്, എൽനിനോ കണക്കത്തെ ക്ലൈമാറ്റിക് അനോമലീസും ഇവിടെ വരുന്നുണ്ട് മൺസൂൺ റീജിയൻ ആയതുകൊണ്ട്. സോ മൺസൂൺ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മൺസൂൺ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഏറ്റവും കൂടുതൽ സൗത്ത് ഏഷ്യ കവർ ചെയ്യുന്ന ലൊക്കേഷൻ ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഒരു സീസണൽ വിൻഡ് റിവേഴ്സൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കണക്ക് നമ്മുടെ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണോട് പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ രണ്ടു തരം ഫുഡ് ക്രോപ്സ് ആണ് നടക്കുന്നത്, കൾട്ടിവേഷൻ ആണ് നടക്കുന്നത്. ഏതാണ്? പ്രൈമറി ഫുഡ് ക്രോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ക്രോപ്സ് ഉണ്ട്. ഫുഡ് ക്രോപ്സ് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ പാഡി, നമ്മുടെ റൈസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സ് ആയിട്ട് ഷുഗർ കെയിൻ, ജ്യൂട്ട്, ടീ, കോട്ടൺ കണക്കത്തെ സാധനങ്ങളും വരുന്നുണ്ട്. അടുത്ത നമ്മൾ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ, നമ്മൾ ഏത് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 10 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് വരുന്നത്? നമ്മുടെ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡ് വരുന്നത്. ഇത് പ്രധാനമായിട്ട് വരുന്നത് ബോർഡർ ഇക്വിറ്റോറിയൽ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക, നമ്മളെ ആഫ്രിക്ക, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ കണക്കത്തെ സ്ഥലങ്ങളിലെ ഇക്വിറ്റോറിയൽ ഫോറസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ലൊക്കേഷൻസ് വരുന്നത്. സോ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, നമ്മൾ ക്ലൈമറ്റ് കൂടെ നോക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള, നമുക്ക് മാറി മാറി വരുന്ന ഒരു വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ. അതെന്താണ്? നമ്മൾ ഹോട്ട് സീസൺ വരാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മഴക്കാലം, അതായത് നമ്മൾ വെറ്റ് സീസണോട് ആൾട്ടർനേറ്റ് മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫീച്ചേഴ്സ് നമ്മൾ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് നമുക്ക് എന്തെല്ലാം അവിടെ കാണാൻ പറ്റും? നമുക്ക് ടാൾ, കോഴ്സ്, എലിഫന്റ് ഗ്രാസ്, സ്കാറ്റർഡ് ഫ്ലാറ്റ് ടോപ്പിഡ് ട്രീസ്, നമുക്ക് എന്താണ് വലിയ നീളമുള്ള മരങ്ങളൊക്കെ, നമുക്ക് താളായിട്ടുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ട് വരുന്ന കൾട്ടിവേഷൻസ്, അവിടെ കാണപ്പെടുന്ന മരങ്ങൾ ഏതാണ്? അക്കേഷ്യയും ബയോബാബും എന്ന് പറയുന്ന 2 മരങ്ങളാണ് നമ്മൾ സവാന ഗ്രാസ് ലാൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ നമ്മുടെ ഇവിടെ നോക്കാൻ നേരത്ത് നമുക്ക് എന്താണ് നമുക്ക് കാണാം? ഹ്യൂജ് പോപ്പുലേഷൻ, നമ്മൾ ഹെർബിവോറസ് ആയിട്ടുള്ള നമ്മുടെ സീബ്രന്റെയും ജിറാഫ് കണക്കത്തെ മൃഗങ്ങളെ നമുക്ക് ഇവിടെ വലിയ തോതിൽ, നമുക്ക് ഹ്യൂജ് പോപ്പുലേഷൻ തന്നെ നമുക്ക് ഈ ഒരു സവാന ഗ്രാസ് ലാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പ്രിഡേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ലയൺസ്, നമ്മുടെ ചീറ്റാസ് പോലത്തുള്ള പ്രിഡേറ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്ക കണക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡ് മെയിൻ ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ ഏതാണ്? നമ്മുടെ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഓസ്ട്രേലിയ ആണല്ലേ. സോ നമ്മൾ ഈ ഇത്രയും ഡൈവേഴ്സിറ്റി, നമുക്കൊരു അനിമൽസിൽ എന്താണ് ഹെർബിവോറസ് ഉണ്ട്, പ്രിഡേറ്റേഴ്സ് ഉണ്ട്, ഇത്രയും അനിമൽസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആഫ്രിക്ക പോലുള്ള അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡിന് നമ്മൾ വേറൊരു പേര് പറയും, അതെന്താണ്? ബിഗ് ഗെയിം കൺട്രി എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന നൊമാഡിക് ഹേർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രാവൽ എന്നല്ല, നമ്മൾ എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്ന ട്രൈബ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? അവര് വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകും.
അവരെ ലൈഫ് സ്റ്റോക്ക് ചില കന്നുകാലികളെ കൊണ്ടും അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തൊക്കെ അവർക്ക് എന്തെങ്കിലും ഇപ്പം വെള്ളത്തിന് എന്തെങ്കിലും സ്കേഴ്സിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകും. ഇതിനെയാണ് നമ്മൾ അവര് നൊമാഡിക് ഹേർഡേഴ്സ് അല്ലെങ്കിൽ നൊമാഡിക് ട്രൈബ്സ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ അവിടെ നമ്മുടെ ഈ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നൊമാഡിക് ഹേർഡേഴ്സ് അല്ലെങ്കിൽ നൊമാഡിക് ട്രൈബ്സ് ഏതൊക്കെയാണ്? മാസായി അല്ലെങ്കിൽ ഹൗസയാണ്. സോ അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സ് ഏതാണ്? മസായി അല്ലെങ്കിൽ ഹൗസയാണ്. സോ നമ്മൾ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? നമ്മൾ ഹോട്ട് ഡെസേർട്ട് റീജിയൻ ആണ്. നമ്മൾ ഹോട്ട് ആയിട്ടുള്ള നമ്മൾ ഡെസേർട്ട് റീജിയൻ ആണ്. ഇത് എവിടെയാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ 15 ഡിഗ്രി ടു 13 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് നമുക്ക് എർത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ്? സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ കോൺ. നമ്മളെ ഭൂഖണ്ഡങ്ങളുടെ വെസ്റ്റേൺ മാർജിനിലായിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഹോട്ട് ആയിട്ടുള്ള ഡെസേർട്ട് റീജിയൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഓഫ് ഷോർ ട്രേഡ് വിൻഡ് ആൻഡ് കോൾഡ് ഓഷൻ കറൻസ്. നമ്മൾ ഓഷൻ കറൻസും അതുപോലെ തന്നെ നമ്മളെ ട്രേഡ് വിൻസും വളരെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏത്? നമ്മളെ ഈ ഡെസേർട്ട് റീജിയനിലെ വളരെ വലിയ തോതിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട നമ്മൾ ഡെസേർട്ട് റീജിയനെ കുറിച്ചാണല്ലേ പഠിക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഡെസേർട്ട്സ് ഏതാണ്? നമ്മുടെ സഹാറ, കലഹാരി, നമീബ. ഏത് കോണ്ടിനെന്റിലാണ് വരുന്നത്? നമ്മുടെ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന സഹാറ, കലഹാരി, നമീബ. നമ്മുടെ അറ്റ്കാമ എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ് അറ്റ്കാമ കാണപ്പെടുന്നത്. അതുപോലെ നമ്മളെ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിൽ ഏതാണ്? താർ ഡെസേർട്ട് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള താർ ഡെസേർട്ട്. അതുപോലെ നമ്മളെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ഇത് ഇത്രയാണ് നമ്മുടെ ഡെസേർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രധാനമായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഹോട്ട് ഡേ ഹൈ ആയിട്ടുള്ള ഡൈയൂറിനൽ ടെമ്പറേച്ചർ ആണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പകലുകൾ, നമ്മുടെ ഡേയ്സ് എന്ന് പറയുന്നത് വളരെയധികം ഹോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാത്രികൾ എന്ന് പറയുന്നത് അതികഠിനമായ തണുപ്പായിരിക്കും. അതാണ് നമ്മുടെ ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ അതികഠിനമായ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്താണ്? അതികഠിനമായ ചൂടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്ലാന്റ്സ് പ്രധാനമായിട്ടും സെറോഫൈറ്റിക് ആയിരിക്കും. സെറോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഡെസേർട്ട് റീജിയനിൽ മാത്രം അവിടുത്തെ ഒരു ക്ലൈമറ്റിനും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെ മാത്രം കാണപ്പെടുന്ന ചെടികളാണ് എന്ത്? സെറോഫൈറ്റിക് വെജിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ചൂടെന്ന് പറയുന്ന നമ്മൾ ഡെസേർട്ടിൽ നോക്കി എന്താണ്? അവിടെ ഭയങ്കര ചൂടായിരിക്കില്ലേ? അപ്പൊ ഈ ഒരു ഹോട്ടിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ആര്? സെറോഫൈറ്റിക് വെജിറ്റേഷൻ അല്ലെങ്കിൽ സെറോഫൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്രത്യേകതയാണ് എന്താണ്? തിക്ക് ഫ്ലഷി സ്റ്റെംസ് ആയിരിക്കും. സ്റ്റെംസ് എന്ന് പറയുന്നത് അധികം തിക്കായിരിക്കും. അതുപോലെ തന്നെ റൂട്ട്സ് എന്ന് പറയുന്നത് വളരെ നീളം കൂടിയതായിരിക്കും, ലോങ് റൂട്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ സ്പൈക്കി ലീവ്സ് ആയിരിക്കും. നമ്മളെ കാക്ടസ്, നമ്മുടെ കള്ളുമുൾ ചെടിയൊക്കെ എടുക്കാൻ നമുക്ക് എന്താണ്? അല്ല സ്പൈക്സ് കാണാൻ പറ്റുമല്ലേ? അത് കാണാതെ സ്പൈക്കി ലീവ്സ് ആയിരിക്കും ഇവരൊക്കെ ഉള്ളത്. ഇത് കണക്കത്തെ ചെടികളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറോഫൈറ്റിക് വെജിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡെസേർട്ടിന് പറഞ്ഞപ്പം ഡെസേർട്ടിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നൊമാഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് എന്താ? വാട്ടർ സ്കേഴ്സിറ്റി, ഒരു വെള്ളത്തിന്റെ ലഭ്യത കുറവാകുമ്പോൾ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അതിനെയാണ് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ നൊമാഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നൊമാഡിക് ട്രൈബ്സ് ഇവിടെ കാണപ്പെടുന്ന നൊമാഡിക് ട്രൈബ്സ് ഒക്കെ ഏതാണ്? നമ്മുടെ അറേബ്യൻ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന നൊമാഡ്സ് ഏതാണ്? ബെഡൌയിൻസ് എന്ന് പറയുന്ന ഒരു തരം നൊമാഡ്സ് ആണ്, ഒരുതരം നൊമാഡിക് ട്രൈബ്സ് ആണ്. അതുപോലെ സഹാറയിലുണ്ട്. കലഹാരി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ഡെസേർട്ടിക് റീജിയൻ ആണ്. അപ്പൊ കലഹാരിയിൽ കാണപ്പെടുന്ന നൊമാഡിക് ട്രൈബ്സ് ഏതാണ്? ബുഷ്മൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയ കാണപ്പെടുന്ന ഏതാണ്? ബിന്ദിബു എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് നൊമാഡിക് ട്രൈബ്സ് ആണ്. ഇനി നമ്മൾ ഒയാസിസ് സെറ്റിൽമെന്റ്സ് ആണ് പറയുന്നത്. ഒയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെസേർട്ടിക് റീജിയനിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു ഫീച്ചർ ആണ് എന്ത്? ഒയാസിസ് എന്ന് പറയുന്നത്. എന്താണ് ഒയാസിസ്? ഒയാസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസേർട്ടിക് റീജിയനിൽ കാണപ്പെടുന്ന വാട്ടർ സോഴ്സ് ആണ് ഒയാസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒയാസിസ് സെറ്റിൽമെന്റ്സ് എന്ന് പറയും ഒയാസിസ് ഉണ്ടായത് കൊണ്ട് കാരണം അവിടെ മാത്രം വളരുന്ന വെജിറ്റേഷൻസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഡേറ്റ് പാംസ്, വീറ്റ്, ബാർലി കണക്കത്തെ കൾട്ടിവേഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെസേർട്ടിക് റീജിയൻസിൽ കാണപ്പെടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവിടെ ഏറ്റവും ഇവിടെ കാണപ്പെടുന്ന നമ്മൾ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡിൽ പറഞ്ഞ കണക്ക് അവിടെ എന്തൊക്കെയുണ്ട്? സീബ്ര ഉണ്ട്, ജിറാഫ് ഉണ്ട്, അതുപോലെ ലയൺസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഡെസേർട്ടിൽ കാണപ്പെടുന്ന മൃഗം അല്ലെങ്കിൽ അനിമൽ ഏതാണ്?
നമ്മുടെ ക്യാമലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പം അത് നമ്മൾ ക്യാമലിന് വേറൊരു പേരുണ്ടല്ലോ, എന്താണ് ആ പേര്? നമ്മുടെ ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്, ഡെസേർട്ടിലെ ഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ക്യാമലിനെ അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, ട്രാവൽ ചെയ്യാൻ, അതുപോലെ തന്നെ മിൽക്കിനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെസേർട്ട് എടുക്കുകയാണെങ്കിൽ, ഡെസേർട്ടിക് റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്രയും കഠിനവും അത്രയും ചൂടായത് കൊണ്ട് മാത്രം ഇമ്പോർട്ടൻസ് കുറവായിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പെട്രോളിയം റിസർവ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ ഡെസേർട്സ് എന്ന് പറയുന്നത്. ഏതാണ്? മിഡിൽ ഈസ്റ്റ് ഡെസേർട്സ് എന്ന് പറയുന്നത്. ഏതാണ്ട് 50% ലോകത്തിന്റെ 50% ക്രൂഡ് ഓയിൽ കാണപ്പെടുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഡെസേർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കാമ ഡെസേർട്ട്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നമ്മുടെ സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന അക്കാമ ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ അതുപോലെ തന്നെ നൈട്രേറ്റ്സിന്റെ വലിയൊരു സോഴ്സ് ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ സോളാർ പൊട്ടൻഷ്യലും കൂടിയ സ്ഥലങ്ങളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഡെസേർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? നമ്മൾ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ മെഡിറ്ററേനിയൻ ലൊക്കേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എവിടെയൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്? നമ്മുടെ മെഡിറ്ററേനിയൻ ബേസിൻ, കാലിഫോർണിയ, സെൻട്രൽ ചിലെ, കേപ്പ് ടൗൺസ്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയയാണ് വരുന്നത്. അപ്പൊ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റീജിയൻ ഏത് ലാറ്റിലാണ് വരുന്നത്? നമ്മൾ 30° to 40° ലാറ്റിലായിരിക്കും വരുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അതികഠിനമായ ചൂട് അല്ലെങ്കിൽ അതികഠിനമായ തണുപ്പല്ല, നമ്മുടെ വെറ്റ് സീസൺ ആണെന്ന് വെച്ചാൽ വാം ടു ഹോട്ട് സമ്മർ ആയിരിക്കും. സമ്മർ ഡോമിനേറ്റഡ് ബൈ ദ ഓഫ്ഷോർ ട്രേഡ് വിൻസാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് ആയിട്ടുള്ള സമ്മർ സീസൺ ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി നമ്മൾ ഡെസേർട്ടിൽ ഒരു കൈൻഡ് ഓഫ് വെജിറ്റേഷൻ പഠിച്ചല്ലേ, എന്താണ്? സെറോഫൈറ്റിക് വെജിറ്റേഷൻ പഠിച്ചു. ഇനി നമ്മൾ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയനിൽ കാണപ്പെടുന്ന വെജിറ്റേഷൻ ഏതാണ്? സ്ക്ലെറോഫൈലസ് വെജിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഈ കൈൻഡ് ഓഫ് സ്റ്റഡിയിൽ എന്താണ് പ്രത്യേകത? നമ്മുടെ അവിടെ എന്ന് പറഞ്ഞ ചെടികൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെതറി ലീവ്സ് ആയിരിക്കും, ചെറിയ ലീവ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ബാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നല്ല കട്ടിയുള്ള ബാർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഡീപ് ടാപ്പ് റൂട്ട്സ് നല്ല ആഴത്തിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് ഡ്രൈ, നല്ല സമ്മേഴ്സ്, അതായത് നമ്മൾ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് പറഞ്ഞായിരുന്നു. അവിടുത്തെ പ്രത്യേകത എന്താ? നല്ല ചൂടായിരിക്കും. അവിടെ സമ്മർ സീസൺ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് അവരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാതെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സ്ക്ലെറോഫൈലസ് അഡാപ്റ്റേഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്ന ചെടികളിൽ. സോ അവിടെ സ്മോൾ ആയിരിക്കും, സ്മോൾ ലീവ്സും തിക്ക് ബാർക്കും ആയിട്ടായിരിക്കും നമുക്ക് കാണപ്പെടാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചെടികൾ ഏതൊക്കെയാണ്? എവർഗ്രീൻ ഓക്ക്, അതുപോലെ തന്നെ കോർക്ക് ഓക്ക്, പൈൻ, ലോറൽ, ചപ്പാരൽ, മാക്കിസ്, സ്ക്രബ്ലാൻഡ് എന്ന് പറയുന്ന ചെടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സിട്രസ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ള റീജിയൻ ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. സിട്രസ് ഫ്രൂട്ട് എന്താ? നമ്മുടെ ഓറഞ്ചസ്, ലെമൺസിനാണ് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള ഫ്രൂട്ട്സിന്റെ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിറ്റിക്കൾച്ചർ എന്ന് വെച്ചാൽ എന്താ? വിറ്റിക്കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രേപ്സ് വളർത്തുന്നു. എന്തിനു വേണ്ടി? വൈനിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഗ്രേപ്സ് വളർത്തുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു കൾട്ടിവേഷൻ മെത്തേഡാണ് നമ്മൾ വിറ്റിക്കൾച്ചർ എന്ന് പറയുന്നത്. സോ ഗ്രേപ്സ് നമ്മൾ ഇതുപോലെ വൈൻ മാനുഫാക്ചറിങ്ങിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രേപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണ്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ ആണ്. സോ പ്രധാനമായിട്ടും ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, കാലിഫോർണിയ ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ഒലിവ് ഓയിലിന്റെ പ്രൊഡക്ഷനും ഇവിടെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ എന്താണ്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് പഠിച്ചല്ലേ, നമ്മൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ഇത് എവിടെയാണ്? നമ്മുടെ 40° to 50° ലാറ്റിലായിരിക്കും ഏറ്റവും വരുന്നത്. സോ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാഡി അല്ലെങ്കിൽ വീറ്റ് കൾട്ടിവേഷൻ ആയത്, അതായത് ധാന്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് വരുന്ന സ്ഥലങ്ങൾ ഏതാണ്? 4 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മുടെ പ്രയാറീസ്, അതായത് നോർത്ത് അമേരിക്കയിലാണ്. പാമ്പസ്, അത് സൗത്ത് അമേരിക്കയിലാണ്. സ്റ്റീപ്പസ്, അത് യുറേഷ്യയിലാണ്. അടുത്ത വെൽഡ്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന 4 കോണ്ടിനെന്റൽ റീജിയൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഇതിന് 4 നമ്മൾ എന്താണ് പറയുന്നത്? ഗ്രാനറീസ് ഓഫ് ദ വേൾഡിന് ഗ്രാനറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താണ്? നമ്മളിവിടെ
നമ്മള് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ മെയിൻ കൾട്ടിവേഷൻ, നമ്മുടെ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? വീറ്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. വീറ്റ് ഫാമിംഗ് ആണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന സോയിൽ എങ്ങനത്തെ സോയിലാണ്? റിച്ച് ഡാർക്ക് ഹ്യൂമിസ് റിച്ച് സോയിലാണ്. അതിന് നമ്മൾ പ്രത്യേക ഒരു പേര് പറയും, ചെർണോസോം സോയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇവിടെ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? റിച്ച് ആയിട്ടുള്ള ഡാർക്ക് ഹ്യൂമസ് സോയിൽ ആയിരിക്കും. ആ സോയിലിന്റെ പേരെന്താണ്? ജെർണോസോം സോയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ലൈഫ് സ്റ്റോക്ക്, നമ്മുടെ കന്നുകാലി വളർത്തലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പാമ്പസ് അല്ലെങ്കിൽ പ്രയാറിസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് തരം വളർത്തലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? കാറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ കൊമേഴ്ഷ്യൽ മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി ആണ്. അവിടെ ഏറ്റവും കൂടുതൽ എന്താണ്? മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പാമ്പസ് ആൻഡ് പ്രയാരിസ് എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെറീനോ ഷീപ്സ് നമുക്ക് കാണാൻ പറ്റും. മെറീനോ ഷീപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വൂൾ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഷീപ്സ് ആണ് നമ്മുടെ എന്താന്ന് പറയുന്നത്? മെറീനോ ഷീപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറി ഫാമിങ്ങിന് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റും. ഡയറി ഫാമിംഗ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചീസ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൽ വരുന്നതെന്ന് വെച്ചാൽ എന്താണ്? 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് ആ സ്ഥലം? പ്രയാറിസ്, പാമ്പസ്, സ്റ്റീപ്സ് ആൻഡ് വേൾഡ്. അപ്പൊ ഈ 4 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇത് വേൾഡിന്റെ ഗ്രാനറീസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? വീറ്റ് ആണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോയിൽ എന്ന് പറയുന്നത് റിച്ച് ഡാർക്ക് ഹ്യൂമസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പാമ്പസ് അല്ലെങ്കിൽ പ്രയാറിസ് റീജിയനിൽ നമുക്ക് മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ കന്നുകാലി വളർത്തലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ വൂൾ പ്രൊഡക്ഷൻ, നമ്മൾ മെറീനോ ഒരു കൈൻഡ് ഓഫ് ഷീപ്സ് ആണ്. നമ്മൾ മെറീനോ വൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷീപ്സ് ആണ് മെറീനോ ഷീപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചീസ് പ്രൊഡക്ഷനും മിൽക്ക് പ്രൊഡക്ഷനും നമുക്ക് ഈ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ എന്താണ്? നമ്മുടെ കോൾഡർ റീജിയനിലോട്ട് നമ്മൾ കോൾഡർ സോണിലോട്ട് പോവാണ്. അപ്പം ഫസ്റ്റ് സോൺ ഏതാണ്? തൈഗ അല്ലെങ്കിൽ കോണിഫറസ് സോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? 50 to 70 ഡിഗ്രി ലാറ്റിലാണ് നമുക്ക് കാണപ്പെടാൻ പറ്റുന്നത്. സോ അത് എവിടെയൊക്കെയാണ്? സ്ഥലങ്ങൾ ഏതാണ്? നമ്മുടെ കാനഡ, സ്കാൻഡിനേവിയ, സൈബീരിയ, ഈ 3 സ്ഥലങ്ങൾ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ബെൽറ്റ് പോലെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത എന്താണ്? നമ്മൾ ലാറ്റ് നോക്കാൻ നേരത്തെ എന്താണ്? പോളാർ റീജിയനിൽ എത്തിയല്ലേ? പോളാർ റീജിയനിൽ അടുക്കാറായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കോൾഡ് ആയിരിക്കും. കോൾഡ് എന്ന് പറയുന്നത് അത്രയും എക്സ്ട്രീം ആയിരിക്കും. അതുപോലെ തന്നെ ലോങ് ഫ്രീസിങ് വിന്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് കൂൾ സമ്മേഴ്സും ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ചെടി എന്താണ്? കോണിഫറസ് സോഫ്റ്റ് വുഡ് ആണ്. അതായത് നമുക്ക് ആ ചെടികൾ നമുക്ക് പൈൻ കണക്കുന്ന അല്ലെങ്കിൽ നീഡിൽ ഷേപ്പിൽ കണക്കത്തുള്ള ചെടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വളരുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൈൻ, സ്പ്രൂസ് ആൻഡ് ലാർച്ച്. ഇത് കണക്കത്തുള്ള ചെടികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തൈഗ അല്ലെങ്കിൽ ആ ഒരു കോണിഫറസ് റീജിയനിൽ കാണപ്പെടാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പേപ്പർ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താ? വേൾഡ് പ്രൈം സോഴ്സ് ഓഫ് സോഫ്റ്റ് വുഡ് ടിമ്പർ. നമ്മൾ സോഫ്റ്റ് വുഡ് തടി, ടിമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ തടി. അതുപോലെ തന്നെ പൾപ്പ്, പേപ്പർ, മാച്ച് സ്റ്റിക്സ്. നമ്മൾ പേപ്പർ പ്രൊഡക്ഷൻ ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇവിടുത്തെ തടി എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള മരങ്ങൾ വെച്ചിട്ടാണ്. എവിടെ നിന്നിട്ടുള്ള മരങ്ങൾ? നമ്മൾ തൈഗ റീജിയനിലുള്ള മരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? നമ്മള് ടുണ്ട്ര പോളാർ റീജിയൻ ആണെന്ന് വെച്ചാൽ നമ്മൾ 70 ഡിഗ്രി ലാറ്റിന് കൂടുതൽ വരുന്നത്. അതായത് നമ്മൾ പോളാർ റീജിയൻ എത്തി 70 ഡിഗ്രി ലാറ്റ് കഴിഞ്ഞു വരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ടുണ്ട്ര പോളാർ റീജിയൻ എന്ന് പറയുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് ആയിട്ടുള്ള റീജിയൻ. ടുണ്ട്ര എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കോൾഡ് ആയിരിക്കും. കോൾഡർ റീജിയൻ ആണ് ഇവിടെ കാണപ്പെടുന്നത്. സോ ഇവിടുത്തെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോ ഗ്രോയിങ് മോസസ്, നമുക്ക് ചെറിയ ചെറിയ ഷർട്സ്, അതുപോലെ തന്നെ മോസസ്, ലൈക്കൻസ് ആണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോ നമ്മൾ ഇത്രയും നേരം എന്താണ്? നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചാണ്, അതായത് ക്ലൈമാറ്റിക് സോൺസിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എർത്തിന് എന്താണ്? നമ്മൾ 3 സോൺസ് ആയിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചേക്കുന്നത്. നമ്മളെ ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് ആൻഡ് കോൾഡർ സോൺസ്. അത് അങ്ങനെ ഓരോ സോൺസിലും ഓരോ റീജിയൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെ റീജിയൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്? നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, അതുപോലെ തന്നെ നമ്മുടെ ട്രോപ്പിക്കൽ മൺസൂൺ റീജിയൻ, പിന്നെ ട്രോപ്പിക്കൽ സവാന ഗ്രാസ് ലാൻഡ്, പിന്നെ ഏത് വരുന്നുണ്ട്? നമ്മുടെ ഹോട്ട് ഡെസേർട്ട് റീജിയൻ, പിന്നെ നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്, പിന്നെ എന്താണ് വരുന്നത്? നമ്മുടെ ടെമ്പറേറ്റ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പോളാർ റീജിയനിലൊക്കെ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? 2 സ്ഥലങ്ങൾ ഏതാണ്? തൈഗ, അതുപോലെ തന്നെ ടുണ്ട്ര പോളാർ റീജിയൻസ്. ഇത് ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് വരുന്ന ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന്
പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ത്രെറ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പഠിക്കണം. അതായത് നമ്മളെ ഭൂമിയും നമ്മുടെ എർത്തും നമ്മളെ ഭൂമിയും നമ്മുടെ സൂര്യൻ എന്താണ് അടുത്തടുത്താണല്ലേ ഇരിക്കുന്നത്. സോ നമ്മുടെ ഭൂമിയിലോട്ട് എന്താണ് സൂര്യന്റെ രശ്മികൾ നമ്മൾ സൺറൈസ് തരും. സോ ഈ വന്ന സൺറൈസ് എന്താണ് എങ്ങനെയായിട്ടാണ് തിരിച്ചു പോകുന്നത്? നമ്മൾ വന്ന സൺറൈസ് തിരിച്ച് ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഹീറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഹീറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഈ ഹീറ്റിന് എന്ത് ചെയ്യും? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ചില ഗ്യാസസിന്റെ മോളിക്യൂൾസ് ട്രാപ്പ് ചെയ്യും. അതായത് ട്രാപ്പ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ ടെമ്പറേച്ചർ ഭൂമിയിൽ കൂടാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ പ്രോസസ് ആണ്. അത് എപ്പോഴും നമ്മുടെ ഭൂമിയിൽ ആവശ്യമുള്ള ഒരു പ്രോസസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം, അതായത് നമ്മുടെ നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ ലോങ് ടേം ആയിട്ട് കൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു വലിയ കാലത്തോളം നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഒരിക്കലും നമുക്ക് നന്നായിട്ടുള്ള ഒരു കാര്യമല്ല. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. നമ്മുടെ ഭൂമിക്ക് ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്, അത് നാച്ചുറലി നടക്കുന്നതാണ്. പക്ഷേ ചില ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കൂടുന്നത്, അതായത് ഏതൊക്കെയാണ് ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന നമ്മുടെ CO2, അതുപോലെ തന്നെ നമ്മുടെ CH4 അതായത് മീഥെയിൻ, അതുപോലെ തന്നെ നമ്മുടെ നൈട്രസ് ഓക്സൈഡ് ആയിട്ടുള്ള N2O, CFC എന്ന് വെച്ചാൽ എന്താ? ക്ലോറോ ഫ്ലൂറോ കാർബൺസിനാണ് CFC എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കൂടപ്പോൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കൂടും. ഓക്കെ, സോ ഗ്ലോബൽ വാർമിംഗ് ഒരിക്കലും നാച്ചുറൽ പ്രോസസ് വഴി കൂടുന്ന ഒരു പ്രോസസ് അല്ല. അത് നമ്മുടെ മനുഷ്യന് കാരണവും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. ഏതൊക്കെയാണ് ഹ്യൂമൻ കോസസ് എന്ന് പറയുന്നത്? നമ്മുടെ ഫോസിൽ ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രീസ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ലോകത്ത് ഒരുപാട് ഇൻഡസ്ട്രീസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രീസ് കൂടി വരുന്നത് കാരണം എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വെഹിക്കിൾ, നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് ഇപ്പം നമുക്കൊരു ട്രെൻഡ് വരുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ പുകയുള്ള നമ്മുടെ വെഹിക്കിൾസിന്റെ എക്സ്പോസ്റ്റിൽ കൂടെ വരുന്ന സ്മോക്സ് എന്തിനു കാരണമാവാറുണ്ട്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ ഡീഫോറസ്റ്റേഷൻ, നമ്മൾ എന്താണ് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ പുതിയ പുതിയ ബിൽഡിങ്സ് വരുമല്ലേ? ഇതെല്ലാം എന്തിനു കാരണമാവും? നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. അതായത് ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ ഉണ്ടാവുന്നത്? ഈ CO2, CH4, N2O ഇതുപോലത്തെ ഗ്യാസിന്റെ എമൗണ്ട് കൂടപ്പോഴാണ് എന്തിനു കാരണമാവുന്നത്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നത്. സോ ഇത് നമ്മുടെ ഹ്യൂമൻ കോസസ് ആണ്. മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്. ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? അതായത് വോൾക്കാനിക് ഇറപ്ഷൻ, നമുക്ക് അഗ്നിപർവ്വതത്തിൽ അത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സോളാർ റേഡിയേഷനിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുമ്പോഴും, അതുപോലെ തന്നെ ഓർബിറ്റ്സ്, നമ്മൾ എർത്തിലെ ഓരോ ഗ്രഹത്തിനും ഓരോ ഓർബിറ്റ്സ് ഇല്ലേ? ഈ ഓർബിറ്റ്സിന്റെ ഷിഫ്റ്റിംഗ് കാരണം എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവാറുണ്ട്. സോ ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതൊരു ഗ്ലോബൽ വാർമിംഗ്, ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ അനോമലി ട്രെൻഡ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ 1980s നോക്കി എന്താണ് ഇവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 0.30 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഓരോ ഇയർ 2000 കഴിഞ്ഞു, 2020 കഴിഞ്ഞു, വരുംതോറും എന്താണ് ഈ ടെമ്പറേച്ചർ നമുക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ഭൂമിയെ നമുക്ക് എപ്പോഴും ടെമ്പറേച്ചർ വേണം. പക്ഷെ ഒരിക്കലും അതൊരു എമൗണ്ട് എക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടെമ്പറേച്ചർ എക്സീഡ് ചെയ്ത് ഒരു വലിയ നീണ്ട കാലം നിൽക്കുവാണെങ്കിലാണ് നമ്മൾ അതിനെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ നമ്മള് ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ ഓസോൺ ലെയർ എന്താണ്? നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഓരോ ലെയേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിന് ഓരോ ലെയേഴ്സ് ഉണ്ട്. ആ എർത്ത് അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ കാണപ്പെടുന്ന ഒരു ലെയർ ആണ് എന്ത്? ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ലെയറിന്റെ എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിലോട്ട് വരുന്ന നമ്മുടെ സൺറൈസ് ഉണ്ടല്ലേ, നമ്മുടെ സൺറൈസ് ഇവിടെ നമ്മൾ ഭൂമിയിലോട്ട് വരുന്നുണ്ട്. സോ ഈ സൺറൈസിൽ എന്തോ ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസും കാണും. ഈ UV റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ലെയർ ആണ് ഓസോൺ
ലെയർ എന്ന് പറയുന്നത്. സോ ഇതിന് ഓസോൺ ലെയർ നമ്മൾ ഇപ്പൊ നോക്കാൻ നേരത്ത് നമ്മുടെ ഈ വർഷങ്ങൾ ഈ കടന്നു വന്ന വർഷങ്ങൾ നോക്കാൻ നേരത്ത് ഓസോൺ ലെയർ എന്താണ് ഡിപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റരുത്. അതായത് അതിന്റെ തിക്നെസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് ഫ്ലൂറോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇതിന്റെ എമൗണ്ട് കൂടപ്പം, അതുപോലെ തന്നെ ഹാലോൺസിന്റെ എമൗണ്ട് കൂടപ്പം, അതുപോലെ തന്നെ റെഫ്രിജറൻസിന്റെ എമൗണ്ട് കൂടുന്നത് കൊണ്ടാണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആവുന്നത്. അതായത് എങ്ങനെയാണ് ഇത് കാരണമാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലൂറോ കാർബൺസ് ഇതുപോലത്തുള്ള ഗ്യാസസ് എന്ത് ചെയ്യും? ഓസോൺ ലെയർ എത്തിയിട്ട് ഈ ഓസോൺ ലെയറിൽ എന്തുണ്ട്? ഓസോൺ മോളിക്യൂൾ ഉണ്ടല്ലേ, ഈ ഓസോൺ മോളിക്യൂളായിട്ട് ഇന്ററാക്ട് ചെയ്ത് അത് ഡിപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങും, തിന്നാവാൻ തുടങ്ങും. അപ്പൊ ഇത് കാരണം എന്താ? ഓസോൺ ലെയർ തിന്നായ നമുക്ക് എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ ക്യാൻസർ പോലത്തുള്ള അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ ക്രോപ്പ് ഡാമേജ് ആവാറുണ്ട്, കാട്രാക്ട്സ് വരുന്നുണ്ട് നമ്മുടെ. അതുപോലെ തന്നെ നമ്മൾ മറൈൻ പ്ലാങ്ക്ടൺ ഡിസ്ട്രക്ഷൻ, നമ്മൾ കടലിൽ കാണപ്പെടുന്ന പല ചെടികളും നശിക്കാറുണ്ട്, ഡിസ്ട്രക്ട് ചെയ്യാറുണ്ടെന്നാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം വരുന്നത്. സോ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം നമ്മൾ ഉണ്ടാക്കി കുറച്ച് ഗ്ലോബൽ ട്രിറ്റീസും അതുപോലെ തന്നെ നമ്മൾ ആക്ഷൻസും ഉണ്ട്. സോ ഫസ്റ്റ് ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതെന്ന് വെച്ചാൽ എന്താണ്? 1987 വന്നൊരു പ്രോട്ടോകോൾ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൂറോ കാർബൺസ്, നമ്മുടെ റെഫ്രിജറൻസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹാലോൺസ് കണക്കത്തുള്ള സാധനങ്ങളുടെ എമൗണ്ട് കുറയ്ക്കുക. അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നത് എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ട്രിറ്റിയാണ്. അതായത് നമ്മൾ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് കുറയ്ക്കുക. അടുത്ത ഏതാണ്? നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ പാരീസ് എഗ്രിമെന്റ് ആണ് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ഗ്ലോബൽ ട്രിറ്റീസ് ആണ്. ഇത് പറയുന്നത് വെച്ചാൽ എന്താണ്? ബൈൻഡിങ് ടാർഗറ്റ്സ് ടു കം ഗ്രീൻ ഹൗസ് ഗ്യാസ് ആൻഡ് ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ബിലോ. അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എപ്പോഴും 2°C കുറഞ്ഞു തന്നെയായിരിക്കണം എന്ന ഒരു മൈൻഡിൽ വന്ന പ്രോട്ടോകോൾ ആൻഡ് എഗ്രിമെന്റ് ഏതൊക്കെയാണ്? ക്യോട്ടോ പ്രോട്ടോകോളും നമ്മള് പാരീസ് എഗ്രിമെന്റും ആണ് വരുന്നത്. സോ നമ്മുടെ അടുത്ത് എന്താണ്? നമ്മളെ ക്ലൈമറ്റ് മിറ്റിഗേഷൻസ് ആണ് നമുക്ക് നോക്കാം. നമുക്ക് എന്തെല്ലാം ചെയ്യാം? നമ്മുടെ ഗ്ലോബൽ വാർമിംഗിനെതിരെ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് അഫോറസ്റ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മനുഷ്യന്മാരെ കാരണം ഉണ്ടാവുന്ന, അതായത് നമ്മൾ ഡീഫോറസ്റ്റേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ അതിന് കാരണം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മരങ്ങൾ നട്ടു വളർത്തണം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ മരങ്ങൾ എന്ത് ചെയ്യണം? നട്ടു വളർത്തണം. അതുപോലെ ഷിഫ്റ്റിംഗ് ടു സോളാർ ടു വിൻഡ് എനർജി. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? സോളാർ അല്ലെങ്കിൽ സോളാർ പാനൽസ് വെച്ച് നമ്മൾ സോളാർ അല്ലെങ്കിൽ വിൻഡ് എനർജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എനർജി എപ്പോഴും കൺസർവ് ചെയ്യണം. പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? നമ്മുടെ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക്സിന്റെ എമൗണ്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് മൊബൈലിറ്റി. ഇത് ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് നിർത്താൻ പറ്റും. എന്ന് വെച്ചാൽ പ്രോസസ്, നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും കൂടുതൽ കാരണം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഹ്യൂമൻസ് ആണ്. നാച്ചുറൽ പ്രോസസ് എന്ന് പറയുന്നത് അതുപോലെ നാച്ചുറൽ പ്രോസസ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതുപോലെ കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം? നമ്മുടെ ഭൂമി ഇപ്പം നിൽക്കുന്നതല്ല. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ബാക്കി വെക്കുക എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താ? നമ്മുടെ ക്ലൈമറ്റിക് റീജൻസ് ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് നമ്മൾ കാണാം. കഴിഞ്ഞു. നോക്കാം.
ഓ